എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയവിടിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷ ആരംഭിച്ചു. ന്യൂ ആപ്ലിക്കേഷൻ ആൻഡ് എഡിറ്റിംഗ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 18 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കാണ്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് വന്നിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുമ്പോൾ 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ അവിടെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി UG സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, അത് ഡിഗ്രി പ്രവേശനത്തിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്കുള്ള അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. UG പ്രവേശനത്തിനുള്ള, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലെ UG അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികൾക്ക് ഇന്നു മുതൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അത് നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കും, FYUG CAP 2024 എന്ന ലിങ്കാണ് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ID എന്ന് പറയുന്നത് CAP ID ആണ്. സെക്യൂരിറ്റി കീ തന്നെയാണ് പാസ്വേഡ് എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കാം. ഇത് നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുക. അതേപോലെ തന്നെ ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന പുതിയൊരു ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ എന്നൊരു ലിങ്കിൽ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ IDയും CAP IDയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ആ CAP IDയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈയിങ് ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന ലിങ്ക് വഴിയായിരിക്കും നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ്. ന്യൂ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ ഇതിൽ ആർക്കൊക്കെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുഖ്യഘട്ടത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിൽ 3 അലോട്ട്മെൻറ്റുകളുണ്ട്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഈ മുഖ്യഘട്ടത്തിലെ 3 അലോട്ട്മെൻറ്റുകളിലും അപേക്ഷ നൽകിയിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കും, ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികൾക്കും, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അഡ്മിഷൻ എടുക്കാത്തത് മൂലം ലഭിച്ച സീറ്റ് നഷ്ടമായ വിദ്യാർത്ഥികൾക്കും, അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കാത്തത് മൂലം ലഭിച്ച സീറ്റ് റദ്ദായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എഡിറ്റ് ചെയ്ത് നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പുതുതായി സമർപ്പിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് എന്താണ്, ജൂലൈ 18 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ലാസ്റ്റ് ഡേറ്റ് ജൂലൈ 18 വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഉപകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയ കാണാം. അതുവരേക്കും മൈ നെയിം ഈസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.